ദിലീപേട്ടനല്ലേ? എന്തിനാ മറിയ നീ അയാളുടെ പിറകിന് നടക്കുന്നത്? അയാൾ ചീത്തയാ. ഒരു പക്ഷേ അയാൾ നിന്നെ കല്യാണം കഴിച്ചാൽ തന്നെയും അയാളുടെ കൂടെ അവസാനം വരെ സമാധാനത്തോടെ ജീവിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ജീവിക്കുന്നതോ? ജീവിക്കുമെന്നോ? മാനം വിറ്റ് കഴിഞ്ഞുകൂടുകയാണ്. വിശപ്പിന് ആഹാരവും കൊടുക്കാൻ തുണിയും കിട്ടും. പക്ഷേ യാചിച്ചു കഴിയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കിട്ടുന്ന സ്ഥാനമോ അന്തസ്സോ പോലും ഇവിടെ കിട്ടില്ല. വണ്ടിനെ പിടിച്ച് തീപ്പെട്ടിക്കുള്ളിലാക്കി കളി കാണുന്നത് പോലുള്ള ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് എന്റെ ഈ വെപ്പാട്ടി ജീവിതം. പിന്നെ പലരുടെ മുമ്പിൽ പല്ലിടിച്ച് കാണിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്ന് കരുതി കഴിയുകയാണ്. എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേട്ടതുമില്ല. അപ്പോ നിനക്കും ഇവിടുത്തെ ജീവിതം മടുത്തു. സമയത്തിന് ആഹാരം, ഇഷ്ടം പോലെ ഉടുപ്പ്, എന്റെ കൂടെ കിടക്കാൻ ഫോമിന്റെ മെത്ത, ഇതിൽ കൂടെ നിനക്ക് എന്താ വേണ്ടത്? എന്ന് നീ പിറുപിറുക്കാൻ തുടങ്ങിയോ അന്ന് നിന്റെ അക്കൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? പടം നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഴുക്കെടുത്ത് ജീവിക്കുന്ന തോട്ടി അവസാനം വരെ എന്ത് പരിശുദ്ധമായ ജീവിതം നയിക്കുന്നു. എനിക്കതിലും ഇഷ്ടപ്പെട്ടത് തുച്ഛമായ വരുമാനം കൊണ്ട് എത്ര സംതൃപ്തിയോടെ അയാൾ കുടുംബം നടത്തുന്നു. നമുക്കും അങ്ങനെ ജീവിച്ചാലെന്താ? അതെ, പണ്ടൊക്കെ നിനക്ക് ഒരു മാസം എന്ത് വരുമാനം കിട്ടുമായിരുന്നു? ദേഷ്യപ്പെടാതെ. എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പെരുന്നാളോ ഉത്സവങ്ങളോ ലീവ് ദിവസങ്ങളോ പിന്നെ സമ്മേളനമോ എക്സിബിഷനോ വല്ലതും നടക്കുന്ന ദിവസങ്ങളിൽ വരുമാനം ഡബിളാ. അപ്പോ ചെലവ്? എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരു 50 രൂപ ചെലവായാൽ അമ്പലം, നേർച്ച, ദാനധർമ്മം എന്തെങ്കിലും ഒരു 100 രൂപ ചെലവാകും. അതെ, ഒന്ന് ശ്രദ്ധിക്കുക. അയാൾ നല്ലതുപോലെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്. ഇനി ഏതവനെങ്കിലും ഇങ്ങോട്ട് വരട്ടെ, ഇടിച്ചവന്റെയൊക്കെ പല്ലി ഞാൻ കുഴിക്കും. കുറച്ചിരിക്കും, ഞാനിപ്പോ വരാം. നീ എവിടെ പോയി? പതിവ് പോലെ ഞാൻ മരുന്ന് കഴിക്കാൻ പോയതാ. പക്ഷെ ഞാനിപ്പോ കഴിച്ചില്ല. പാമ്പ് തന്നെത്താൻ ചട്ട കളയുന്ന മാതിരി എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു മിഷൻ പോലെ നിൽക്കുന്നവളാണ് ഞാൻ. പക്ഷേ
ഇന്ന് ഇതാര് വേലു? എന്താണോ എന്റെ റൂട്ടിൽ കൂടി വരാതെ ഷോർട്ട് റൂട്ടിൽ കൂടി വന്ന് കയറിയിരിക്കുന്നു? ഇനി മേലാൽ ഈ വീട്ടിൽ നീ വന്നാൽ നിന്റെ എല്ല് കാണില്ല. മാലതേ, മാലതേ, മാലതേ. പറഞ്ഞത് കേട്ടില്ലേ? ഞാനും മാലതിയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എടാ ദ്രോഹി, നിനക്ക് എന്റെ വയറ്റിൽ തന്നെ അടിക്കണം. നിനക്ക് വേറെ ആരെയും കിട്ടില്ലേ വെപ്പാട്ടിയായിട്ട് വെക്കാൻ? ഭാര്യയായിട്ട്, ഭാര്യയായിട്ട് മനസ്സിലായി നിനക്ക്? നിന്നെ ഞാൻ കണ്ടോളാം. എന്താ കാര്യം? ആ ഗോപിയേട്ടൻ ലീലയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇത്രയേ ഉള്ളൂ? അതവന്റെ സ്ഥിരം തൊഴിലല്ലേ? അവൻ നന്നാകാനങ്ങും പോകുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എവിടെ കറങ്ങിയാലും അവിടെ വന്നേ നിൽക്കും. നിനക്കവനെ കല്യാണം കഴിക്കണമായിരിക്കും. നീയും നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചുകൂടെ? എന്താ? അദ്ദേഹം? കൊള്ളാവടി പെണ്ണേ, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. വാ വാ. അങ്ങേരിവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുക. നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ മനസ്സിലായി 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 മനസ്സിലായി. എന്താ നിനക്ക് മനസ്സിലായില്ലേ? വാ വാ. എന്താണ്, രണ്ടുപേരും വഴിതെറ്റി വന്നതായിരിക്കും. അതെ, നാണമില്ലാതെ വീണ്ടും വന്ന് കയറേണ്ടി വന്നു. ഓ, കല്യാണക്കാര്യത്തിനായിരിക്കും. നീ ലീലയും പറഞ്ഞു വിട്ടതായി മറിയ പറഞ്ഞു. ആ, രാവിലെ വരെ ആ തല ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പൊ പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ആ സ്ഥാനത്തിന് മറിയ റെഡിയാണെന്ന് പറയട്ടെ. അവളെ ഇപ്പൊ തന്നെ ഡിസ്കസ് കളയാ. ഒരിടത്ത് നിന്ന് സംസാരിക്കുക. എടി പെണ്ണേ, ശിവാർജിക്ക് ചട്ടമ്പയും കൊണ്ട് വന്നതാണല്ലേ? നിനക്ക് മറിയെ കിട്ടാൻ മനസ്സുണ്ടോന്നാണ് ചോദിച്ചത്. എന്തിനാടാ ഇവളെ എനിക്ക് കൂട്ടിത്തരാൻ ശ്രമിക്കുന്നത്? എടാ കാണാതെ നിനക്കും ആ ഡാഫർ മണിക്കും തമ്മിൽ എന്താ വ്യത്യാസം? നീ ഈ തൊഴിൽ അല്പം പുതിയതാണ്, അത്രേ ഉള്ളൂ. നിന്റെ നിർബന്ധം കാരണം ഞാൻ ഇവന്റെ അടുത്ത് വന്നു. അവനവന്റെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. എന്താ വയ്ക്കൂടെ? ആ, ചെല്ലേ ചെല്ലേ. अमरलाल आ गया है। എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് പുറത്തു പോകാൻ. അനാവശ്യം പറയരുത്. ഞാൻ ഇപ്പോഴെല്ലാം നിർത്തി. ഇനി ഇങ്ങോട്ട് വരരുത്. तुम क्या बोल रहे हो? तुम्हारे लिए 70 रुपये तक फर्नीचर है। 70 रुपया का माल मेरा अंदर है। पीटर को किक कहता है, लेकिन अब सब कुछ उतर गया। मालूम? സേഠ്, തന്നോട് എണീറ്റ് പോരാ പറഞ്ഞത്. एല്ലാം നിർത്തി പറഞ്ഞു. तूने कैसा मालूम है? 70 रुपये का माल मेरा अंदर है। 70 रुपया तक मेरा अंदर है। ഇനി കച്ചവടം ഇല്ലെന്നോ പുറത്ത് ബോർഡെഴുതി വെക്കാൻ ഒക്കോ? ഒന്ന് പോണ സേട്ടെ. मालूम मालूम, तुम्हारे लिए पति मेरे ताला मुठो पड़ा।
കിണറുണ്ട്, അതിപ്പോ ചാട്. मालू मालू तुम आज क्यों ऐसा बोलती हो? मैं तेरे पाँव पकड़ता हूँ। 70 रुपीज का माल मेरा अंदर है, तेरे बिना मैं जी नहीं सकता. कृपा करो मालू, कृपा करो मालू. नी एन्ने पो परा ना नी पो चालू इपड़े चालू मालू. मेरी जान, मेरी जान. अरे आंजनेय, तुम कौन है? पाजी शादी हो गया क्या? कल्याण कल्याण. हाँ കഴിക്കാൻ പോകുന്നു. ठीक है. अरे भाई, अरे ഇവിടെ ഞങ്ങൾക്ക് വിട്ടിട്ടു. നിങ്ങൾ നാട് നന്നാക്കാൻ വേറെ സ്ഥലം നോക്കും. बोलो बोलो, मैं एक वेश्यावृतन हूँ. अरे तुम क्या करते? 70 रुपये माल मेरा.